അവരുടെ സമരത്തിന്റെ പാതയിൽ ഒരാളിനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അവിടെ കാല് കുത്തില്ല എന്നല്ലല്ലോ. അല്ലെങ്കിൽ ട്രെയിൻ തടയൽ സമരം നടത്തുന്നു. ട്രെയിൻ തടയൽ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുടനീളം അന്നത്തെ ദിവസം ട്രെയിനേ ഓടില്ല എന്നാണോ അതിന്റെ അർത്ഥം? വഴിതടയൽ സമരം നടത്തുന്നു. വഴിതടയൽ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ വഴി തടഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണോ അതിന്റെ അർത്ഥം? നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. SFIയുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇന്നത്തെ ദിവസം ആരിഫ് മുഹമ്മദ് ഖാനോട് വളരെ രോഷാകുലരായി അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ ഈ വെർബലായിട്ടുള്ള മഞ്ജുഷന്റെ പ്രയോഗം കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ കാല് കുത്തിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഇന്ന് 7 മണിക്കത്തെയും 8 മണിക്കത്തെയും ചർച്ച? പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ SFI ഇങ്ങനെ വിചാരിച്ച് കാണുകയില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന്. ഇത് തുടക്കമിട്ടത് തിരുവനന്തപുരത്ത് വെച്ചാണല്ലോ. തലസ്ഥാനത്ത് അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് SFI 3 ഇടങ്ങളിലായിട്ട് അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഒരിടത്ത് കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങുകയും SFIക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തു. പോലീസിനോട് അദ്ദേഹം കയർത്ത് സംസാരിച്ചു. ഇതൊരിക്കലും SFI പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവിടെ വെച്ച് SFIയുടെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തെ കാല് കുത്തിക്കുകയില്ല സർവകലാശാലകളിൽ എന്ന്. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനെയൊരു ഗവർണർ ഇതിനു മുൻപ് കേരളത്തിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അല്ലെങ്കിൽ SFI ആരോടെങ്കിലും ഈ സമീപനം എടുത്താൽ തിരിച്ച് ഈ സമീപനം ആരും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലുകുത്തിക്കില്ല എന്ന വെല്ലുവിളി ആദ്യത്തെ 3 ദിവസം ആവർത്തിച്ചവരാണ് SFI. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു അതൊരു പ്രതീകാത്മകമാണെന്ന്. അങ്ങനെയാണെങ്കിൽ SFIയുടെ എല്ലാ സമരങ്ങളും പ്രതീകാത്മകമെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 7.5 വർഷമായി അങ്ങനെ പ്രതീകാത്മക സമരങ്ങൾ തന്നെയായിരുന്നു. കാരണം ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ SFIക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതൊക്കെ മഞ്ജുഷന്റെ മനസ്സിലിരിക്കുന്ന SFIയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മഞ്ജുഷ് വളരെ ലോങ് ആയിട്ടുള്ളൊരു ചോദ്യത്തിലൂടെ ഞാൻ പറയാൻ അനുവദിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ SFIയുടെ കഴിഞ്ഞകാല സമരങ്ങൾ, SFIയുടെ ചരിത്രം, കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രത്തിലേക്ക് പോകാനൊന്നും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷെ മഞ്ജുഷ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ആ യോജിപ്പെന്ന് പറയുന്നത് കേരളം എന്നല്ല ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇങ്ങനൊരു ഗവർണറെ ഒരു മനുഷ്യനും കണ്ടിട്ടുണ്ടാവില്ല. കാരണം Z+ കാറ്റഗറി സുരക്ഷ അദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് മിസ്റ്റർ ആരിഫ് ഖാൻ ആയതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ഭരണഘടനാപരമായ ഒരു പദവി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഭരണഘടനാപരമായ ഒരു മഹത്തരമായ പദവി വഹിക്കുന്ന മഹാനുഭാവനായ ഒരു മനുഷ്യൻ ആ കാറ്റഗറി സുരക്ഷകളെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലവാരത്തിലും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങി അലുവ കഴിച്ചു എന്നുള്ളത് ഒരു വലിയ സംഭവമായി മഞ്ജുഷിന് തോന്നുന്നെങ്കിൽ, അത് അദ്ദേഹത്തിന്റെ തന്റേടമാണ് എന്ന് തോന്നുന്നെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയെ വാനോളം പുകഴ്ത്തുന്ന ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചയാണിത്. ഈ ഇന്ത്യൻ ഭരണഘടനയെ അവലംബിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഗവർണർമാരുടെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് മഞ്ജുഷ രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഞാൻ ഗവർണറെ പിന്താങ്ങുകയോ അല്ലെങ്കിൽ ഗവർണറെ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. കാരണം ഗവർണർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ചിന്തിക്കുന്ന ആളുകളുണ്ട് ഈ ചർച്ച കാണുന്നവരിൽ. ഒരു കാര്യം, അതിലൊരു കൂട്ടർ വിചാരിക്കുന്നത് ഗവർണർ കാണിച്ചത് ഒരു ഷോ മാത്രമാണ് എന്നാണ്. കാരണം അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നയാളാണ്. അതുകൊണ്ട് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും നിസ്സഹായരാക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അതിനെ ഒരു ഷോ എന്ന് വിശേഷിപ്പിക്കാമെന്ന്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ പറയുന്നത് ഇരട്ടച്ചങ്ക് യഥാർത്ഥത്തിലുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്നുള്ളതാണ്. അതായത് ഈ ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ നടക്കും എന്ന വെല്ലുവിളി നടത്തുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അത് പ്രാവർത്തികമാക്കി കാണിച്ച ഒരാൾ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ രണ്ട് തരത്തിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട്. ഈ മനുഷ്യൻ SFIയുടെ ഒരു സമര പരിപാടി, ഒരു സമര ആഹ്വാനം വന്നതിന് ശേഷം മിഠായി തെരുവിലൂടെ തെക്ക് വടക്ക് നടന്ന് കേക്കും അലുവയും കഴിച്ചതിനെ കാണല്ലേ മഞ്ജുഷെ? അതിനെയും ഇതിനെയും ഒരുപോലെ എടുത്തു വെച്ച് ചർച്ച ചെയ്യല്ലേ? ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഇന്നത്തെ ചാനലുകളിൽ മിക്ക ചാനലുകളും എഴുതി കാണിച്ചൊരു ക്യാപ്ഷൻ കോഴിക്കോട്ട് ഗവർണറുടെ റോഡ് ഷോ എന്നായിരുന്നു. സത്യമല്ലേ? കോഴിക്കോട് എന്തിനാണ് ഗവർണർ ഇങ്ങനൊരു റോഡ് ഷോ നടത്തിയത്? അത് അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കുള്ളത് കൊണ്ടാണോ? നേരെ മറിച്ച്
ഇരട്ടച്ചങ്കരായിട്ടുള്ള മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് കൊണ്ട് അതിന്റെ തന്റെ ഇടത്തിലും അതിന്റെ സംരക്ഷണയിലുമാണ് കോഴിക്കോട്ടെ തെരുവുകളിൽ ഇറങ്ങി നടക്കാനുള്ള തണ്ടല്ലും തന്റെ ഇടവും ഈ ഗവർണർക്കുണ്ടായത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞാൽ അങ്ങയുടെ മറുപടി എന്തായിരിക്കും? അങ്ങനെയാണോ അഡ്വക്കേറ്റ് പ്രജി? ഗവർണറെ അവിടെ നേരിടാൻ തയ്യാറായിട്ടുള്ളവർ ഒറ്റ ആൾക്കാർ മാത്രമേ ഉള്ളൂ. SFIക്കാർ അല്ലെങ്കിൽ DYFIക്കാർ അല്ലെങ്കിൽ CPMകാർ. അവർക്ക് മാത്രമല്ലേ ഗവർണറോട് ദേഷ്യമുള്ളൂ. പക്ഷേ ഗവർണറുടെ ദേഹത്ത് തൊട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ ആളുകൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് മുകളിൽ നിന്ന്. അതാണല്ലോ കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞു വന്നവർ ഗവർണറുടെ തൊട്ടടുത്ത് പോലും അടുത്തുനിന്ന് പരിസരത്ത് പോലും പോകാതെ മാറി നിന്നത്. ആ തലസ്ഥാനത്തെ ആ സംഭവത്തിന് ശേഷം കാറിന്റെ അടുത്തേക്ക് പോലും വരാൻ എല്ലാവരും മടി കാണിച്ചു. അതുകൊണ്ട് ഗവർണറെ തൊട്ടാൽ എന്ത് സംഭവിക്കും എന്ന് അറിയാം. ഇവിടെ ആ ഒരു പ്രതിസന്ധിയെ കുറിച്ച് അറിയാം. ഗവർണറുടെ കാർ അടിച്ചു പൊട്ടിക്കണമായിരുന്നു, അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കണമായിരുന്നു. അങ്ങനെയല്ലോ ഷോയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. കാറടിച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാറടിച്ച് പൊട്ടിക്കും ഗവർണർ കാല് കുത്താൻ അനുവദിക്കില്ല, ഗവർണർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ എവിടെയെന്നാണ് ചോദിച്ചത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനകത്തൊരു വിഷയമുണ്ട് മഞ്ജുഷ. 1/2 മിനിറ്റ് പോലും ഞാൻ മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ മഞ്ജുഷ 1.5 മിനിറ്റ് ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ മറുപടി ഞാൻ പറയട്ടെ. മഞ്ജുഷ് ഉദ്ദേശിക്കുന്ന സമരം, SFI ചെയ്യുന്ന സമരം, പിടിച്ച വാളുമായി കോഴിക്കോട്ടെ മിഠായി തെരുവിൽ പോയി ഗവർണറെ ശാരീരികമായി ആക്രമിച്ച് അദ്ദേഹം കാലുകുത്താൻ അനുവദിക്കരുത്, വെർബലി കാലുകുത്താൻ SFI അനുവദിക്കില്ല എന്ന് പറഞ്ഞ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സമര പരിപാടിയിൽ പോലീസുകാരോട് പറയുന്നു ഞങ്ങളെ തല്ലിയാൽ നിന്റെ അമ്മയെ കണ്ട് മരിക്കൂല. ഞാനും വിളിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു മുദ്രാവാക്യം. അതിന്റെ അർത്ഥം ആ പോലീസുകാരും ഇനി അമ്മയെ കാണാതെ മരിക്കും എന്നാണ്. ശ്രീജിത്ത് പണിക്കർ, ഗവർണറുടെ ഷോയെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? അല്ല, നോക്കൂ, ഇവിടെ ശ്രീ പ്രജി പറയുന്നത് SFI സമരത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭാവനാത്മകമാണ് എന്നും അതൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ തുടക്കത്തിലെ ഇങ്ങനെ പറയല്ലേ. ഇങ്ങനെ പറയുമ്പോഴാണ് ഇടപെടേണ്ടി വരുന്നത്. ഞാൻ എവിടാണ് പറഞ്ഞത് ഭാവനാത്മകമാണ് SFI? മനസ്സിലായത് കാരണം മുദ്രാവാക്യം വിളിക്കും, പക്ഷേ മുദ്രാവാക്യം അതേപടി താങ്കൾ വിശ്വസിക്കരുത് എന്ന്. അല്ല, ചോരച്ചാലുകൾ നീന്തി കയറിയ എന്ന് പറയുമ്പോൾ അങ്ങനെ ചോരച്ചാലുകൾ നീന്തി കയറിയത് നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. SFIക്കാർ കാണിച്ചിരിക്കുന്ന ആ ഒരു സംയമനമെങ്കിലും ശ്രീ പ്രജി ഒന്ന് കാണിക്കണം. SFIക്കാരുടെ സംയമനം, SFIക്കാർ കാണിച്ച ആത്മനിയന്ത്രണവും ശ്രീ പ്രജി ഒന്ന് കാണിക്കണം. ഒരല്പസമയം അങ്ങയുടെ 14 മിനിറ്റ് പ്രസംഗം ഞാൻ കേട്ടു. ദയവ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുക. അതല്ല എങ്കിൽ മിണ്ടാതെ ഇരുന്ന് സഹകരിക്കുക. കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്നുള്ള വെർബൽ അർത്ഥമല്ല ഒരു സമര പരിപാടി. അതായത് അവിടെ വരാൻ സമ്മതിക്കുകയില്ല, തടസ്സമുണ്ടാക്കും, അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ശരി, പ്രജി മനസ്സിലായി. ശ്രീജിത്ത്, പ്രജി പറയുന്നത് കാലുകുത്താൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് കാലിക്കറ്റ് സർവകലാശാലയിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നതല്ല ഉദ്ദേശിച്ചത് എന്ന് എനിക്ക്. ശരി ശ്രീജിത്ത്, നോക്കൂ, കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന കാര്യത്തിലോ അമ്മയെ കണ്ട് മരിക്കില്ല എന്ന് പറയുന്ന കാര്യത്തിലോ ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ഭാവനാത്മകമാണ് പ്രജി. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് SFI ഈ കാലം അത്രയും ക്യാമ്പസുകളിൽ വിളിച്ചിരുന്ന പരിപാടികൾ സമരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ്. ആർഷോയ്ക്ക് ഈ ആവേശം ഉണ്ടായിരുന്നെങ്കിൽ അത് വന്നിരുന്നേ. സമര പരിപാടികൾ പങ്കെടുത്താൽ മനസ്സിലാകും അത് ഭാവനയാണെന്ന് പറയുന്നത്. എവിടുത്തെ മലയാള ഭാഷ? നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഭാവനാത്മകമാണെന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞതിനർത്ഥം. ഞാൻ പറയുന്നത് എന്നല്ല അതിന്റെ അർത്ഥം. എന്നാ പിന്നെ അവിടെ കാല് കുത്തിച്ചോ? എന്നാ പിന്നെ കാല് കുത്തിക്കത്തില്ല എന്നായിരുന്നോ? അല്ല, എന്നാ പിന്നെ കാല് കുത്തിക്കത്തില്ല എന്നോ അമ്മയെ കണ്ട് മരിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ ആയിരുന്നോ? അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറയുന്നു. അത് ഭാവനാത്മകമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതെന്ത് ഇത് പ്രജി ഒരിടത്ത് നിൽക്കൂ. ഞാനിനി പറയുന്നത് പ്രജി അവിടെ ഇരുന്നൊന്ന് കേൾക്കുന്നത്. അപ്പൊ ശ്രീജിത്ത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീജിത്ത് പണിക്കർ ഉദ്ദേശിക്കുന്ന സമരം അതാണോ? കാലെടുത്തില്ല. ശരി, ഗവർണർ ഇറങ്ങിയാൽ അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കണം, ഇതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി. സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള ഭാവനാ സാമ്രാജ്യത്തിലെ കൊച്ചുറാണിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറുപടി ഇനിയും പറയും.
അന്ന് ഞാൻ അത് സംസാരിച്ചോട്ടെ. ശ്രീത് പറഞ്ഞോളൂ. നോക്കൂ, ഇത് കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒരിടത്ത് അദ്ദേഹം പറയുന്നു കാല് കുത്താൻ ഗവർണറെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്നല്ല അർത്ഥമെന്ന്. എന്ന് പറഞ്ഞാൽ അത് ഭാവനാത്മകമാണ്, പ്രതീകാത്മകമാണ്, ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി പോലീസുകാർ വരുന്ന ആൾക്കാരോട് നിങ്ങൾ അമ്മയെ കണ്ടു മരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് അന്നേരത്തെ ആവേശത്തിന് പറയുന്നതാണ്, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഭാവന തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് SFI ഇത്രയും കാലം ക്യാമ്പസിൽ നടത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ പ്രതീകാത്മകമോ ഭാവനാത്മകമോ ആണെന്നും അതിന് വാക്യാർത്ഥത്തിൽ യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുമാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അത് പ്രേക്ഷകർ അല്ലെങ്കിൽ വിലയിരുത്തട്ടെ. നോക്കൂ, ഇവിടെ ശ്രീ പ്രിജി മനസ്സിലാക്കേണ്ടത് SFI വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം ഭാവനാത്മകമാക്കുമ്പോൾ ഇതിന്റെ എല്ലാം വാക്യാർത്ഥത്തിൽ തന്നെ ഗവർണർ എടുത്ത് ആ പരിപാടി അവിടെ അങ്ങ് നടത്തി കാണിച്ചു. അതായത് ഇന്ന് താങ്കൾ ഇപ്പൊ പുച്ഛിച്ചല്ലോ, എന്താ ഈ മിഠായി തെരുവിൽ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. മിഠായി തെരുവിൽ ഇന്ന് ആൾക്കാരുടെ സ്നേഹം കണ്ടുകൊണ്ട് ഗവർണർ അവിടെ നടന്നിരിക്കുന്നതാണ് യഥാർത്ഥ നവകേരള യാത്ര. ഈ കഴിഞ്ഞ 3 ദിവസം എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ വില കളഞ്ഞു ഗവർണർ എന്നാണ്. അതെങ്ങനെയാണ്? മിഠായി തെരുവിൽ മനുഷ്യരല്ലേ കച്ചവടം നടത്തുന്നത്? അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് മനുഷ്യരല്ലേ? മിഠായി തെരുവ് കേരളത്തിലുള്ള ഒരു സ്ഥലമല്ലേ? അവിടെ ഒരു ഗവർണർ പോയി കഴിഞ്ഞാൽ അവിടെ വില പോകുമോ? എന്താ ഈ ഗവർണർ മതിലിടിച്ചിട്ട് എവിടെയെങ്കിലും പോയി നിന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ? അതോ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ പോയിട്ട് ആ അമ്പലത്തിന്റെ പറമ്പിൽ വല്ല പരിപാടി നടത്തിയെങ്കിൽ മാത്രമേ അത് അംഗീകൃതമാകുകയുള്ളൂ? അതെന്താ മിഠായി തെരുവ് ഇവിടെ അല്ലേ? ഇന്ന് എന്താ AK ബാലൻ പ്രസ്താവന ഒരു ചാനലിൽ പറയുന്നത് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് ഗവർണർക്ക് ഇറങ്ങി നടക്കാൻ കഴിഞ്ഞുവെന്ന് അതിനുള്ള മറുപടി കൂടി. ഇത് നിങ്ങളുടെ മൻ കി ബാത്ത് അല്ല എന്നൊക്കെ ഉള്ളത്. ഒന്ന് അല്പം ഞാനത് ചോദിച്ചു. താങ്കൾ അത് ചോദിക്കാനും തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ ശ്രീധരോട് അത് ചോദിച്ചു. ഞാനത് ചോദിച്ചു. ശ്രീധർ അതിന്റെ മറുപടി പറയും. ഞാനത് മറുപടി പറയുകയാണ്. നോക്കൂ, ഇതിന്റെ പ്രശ്നം ഇന്ന് AK ബാലൻ പറയുന്നത് കേട്ടു. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അദ്ദേഹത്തിനോട് വിരോധമുള്ള ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലോ എന്ന്. അപ്പൊ ഈ ചാനലുകാരൻ, നമ്മുടെ ചാനലിലെ ആങ്കർ ചോദിക്കുന്നുണ്ട് തിരിച്ച്, വിഷം കലർത്തി കൊടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്ന്. ഉടനെ ഉരുളാൻ തുടങ്ങി. അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗവർണറോ രാഷ്ട്രപതിയോ കഴിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ മിഠായി തെരുവിനോട് പുച്ഛം? മിഠായി തെരുവിൽ നടത്തുന്ന കച്ചവടക്കാരോട് പുച്ഛം? അവരാൾക്കാരെ അപായപ്പെടുത്താനിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഗൂഢോദ്ദേശത്തോട് കൂടിയിട്ടുള്ള സംസാരം എന്താ ഇത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരാരും കേരളത്തിലുള്ള മനുഷ്യരല്ലേ? ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മഞ്ജുഷ്, കേരളത്തിൽ SFIയുടെ സ്ഥാനം എവിടെയാണെന്നും ഗവർണറുടെ സ്ഥാനം എവിടെയാണെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ SFIക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞിരുന്ന വാഗ്വാദങ്ങളും ഗീർവാണങ്ങളും എന്തൊക്കെയായിരുന്നു? ഒന്ന്, കോഴിക്കോട് ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ല, അദ്ദേഹം പ്രവേശിച്ചു. SFIയുടെ 6 ഷോ 4 ഷോ ആയിപ്പോയി. അതായത് ഈ 6 ഷോ എന്ന് പറഞ്ഞാൽ 6 മണിയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അത് 2 മണിക്കൂർ മുമ്പ് ഒരു 4 ഷോ ആയിട്ട് അങ്ങ് തുടങ്ങി. അതിനു മുമ്പേ ആൾക്കാരെല്ലാവരും തന്നെ അദ്ദേഹം വരുന്നതിന് 2 മണിക്കൂർ മുമ്പേ പ്രധാനികളെല്ലാം അറസ്റ്റ് വരിച്ച് അങ്ങ് പോയി ആയുധം കെട്ട് വെച്ച് കീഴടങ്ങി. എന്നിട്ട് ഗവർണർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ടുള്ള റോഡിൽ ഇവർ പ്രതിഷേധം നടത്തി. കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഗവർണർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാനർ കെട്ടി യുദ്ധം നടത്തി. അതെല്ലാം പിന്നെ ഗവർണർ വിളിച്ച് അഴിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയല്ല, അതിനപ്പുറത്തേക്ക് മാറി. മറ്റേ ഒരു നിയമമുണ്ട് 200 മീറ്റർ എന്നൊക്കെ, അതിനപ്പുറത്തേക്ക് മാറ്റിയിട്ട് വീണ്ടും ബാനർ കെട്ടി. പോലീസ് സംരക്ഷണത്തിന്റെ പിൻബലത്തിലാണ് ഗവർണർ ഈ ഷോ കാണിക്കുന്നതെന്ന് SFI പറഞ്ഞപ്പോൾ എനിക്ക് പോലീസ് വേണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഈ കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി നടന്നു. അങ്ങനെ നിർബന്ധിതമായിട്ട് ആദ്യന്തം നിങ്ങൾ പരിപാടിയിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് സർക്കുലർ ഇല്ലാതെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആരോടും പറയാതെ ഒരു പ്രദേശത്തേക്ക് ചെന്ന് അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അദ്ദേഹത്തോടൊരു സമീപനം കാണിച്ചതെന്നുള്ളത് നോക്കുക. അദ്ദേഹത്തെ കാണുന്ന ആൾക്കാർ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നു, അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ ചുംബിക്കുന്നു. നേരത്തെ ശ്രീ പ്രിജി തന്നെ പറഞ്ഞു വേറെ എങ്ങും ഇങ്ങനെ ഒരു ഗവർണർ ഇല്ലാന്ന്. ശരിയാ, ഇത്ര ജനകീയനായിട്ടുള്ള ഒരു ഗവർണർ ഒരുപക്ഷെ ഇന്ത്യയിൽ എങ്ങും ഉണ്ടാവില്ല. കേരളത്തിലായതുകൊണ്ടും പിണറായി വിജയൻ ഭരിക്കുന്നതായതുകൊണ്ടുമാണ് ഗവർണർക്ക് ഇങ്ങനെ നടക്കാൻ കഴിഞ്ഞത് എന്ന്, അതായത് സുരക്ഷിതരായി നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിണറായി വിജയൻ അല്ല ഭരിക്കുന്നത്, മറ്റൊരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ, ഇപ്പൊ ഉമ്മൻചാണ്ടി ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഈ ആൾക്കാരെല്ലാം എന്താ ആക്രോശത്തോടു കൂടി അദ്ദേഹത്തെ അപായപ്പെടുത്താൻ വേണ്ടിട്ട് വരുമെന്നോ? അത് കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ സ്വഭാവമാണ്. ഏത് നാട്ടിലുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ഗവർണർമാർ നടന്നു പോകുന്നു. ഓരോ സംസ്ഥാനങ്ങളിൽ നടന്നു പോകുന്ന സമയത്തെല്ലാം ഗവർണർമാരെ ആൾക്കാർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ഈ ചെരുപ്പെറിയാൻ വേണ്ടിയിട്ട് പോകുന്നതും കരിങ്കൊടി കാണിക്കാൻ പോകുന്നതും ഒക്കെ വേറെ പശ്ചാത്തലത്തിൽ അങ്ങനെ നിക്ഷിപ്ത താല്പര്യമുള്ള ആൾക്കാരാണ്. ഇവിടെ നടന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർ SFIക്കാരെ മൂക്കുകൊണ്ട് ഇക്ഷ, ഇണ്ണ, ഗഗ്ഗ, ചച്ച, ദദ്ദ
എന്ന് വരപ്പിച്ചു. അങ്ങനെ വരപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അവസാനം എന്ത് പറ്റി? ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചയിൽ വന്നിട്ട് ആൾക്കാർ പറയുക, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല പറയുന്നത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ എന്ന്. ഇതിപ്പോ എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ മുദ്രാവാക്യമൊക്കെ വിളിക്കും, ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന്. ഞാനും പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടത് പ്രതിനിധി പറയുകയാണ്, ഞാനും പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പോലീസുകാരോട്, നിങ്ങൾ അമ്മയെ കണ്ട് മരിക്കൂല എന്ന്. ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറയുന്നതെന്ന്? അപ്പൊ ഇങ്ങനെ പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ SFI വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം എന്ത് തെളിവാ വേണ്ടത്? ശരി, ഞാൻ